ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഔദാര്യ മനോഭാവം സാമ്പത്തിക സഹായം നൽകൽ മാത്രമല്ല, പ്രോത്സാഹനവും ആശ്വാസവും സ്നേഹവുമൊക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കലാണ്. ഇതിന് സദൃശവാക്യത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് തണുപ്പിക്കുക എന്നാണ്. 11:25 ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് മുറിവും സംഘർഷവും നൽകുന്നവർ മുറിവേൽക്കപ്പെടുമെന്നും തിരുവചനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്ങനെയാണ് മറ്റുള്ളവരെ തണുപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നതെന്നും അതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നും തിരുവചനം നൽകുന്ന സൂചനകൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പ്രധാനമായും 3 വിധത്തിൽ മറ്റുള്ളവരെ തണുപ്പിക്കാൻ സാധിക്കും. 1. പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയം തണുപ്പിക്കാം. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ കൂടെയുണ്ട് തുടങ്ങിയ വാക്കുകൊണ്ട് തളർന്നുപോയ ഒരു മനസ്സിനെ ഉണർത്തുവാനും ഉത്സാഹഭരിതമാക്കുവാനുമൊക്കെ കഴിയും. ഒരു വിഷയത്തിൽ പിന്നോക്കമായ കുട്ടിക്ക് അധ്യാപകന്റെ കരുതലുള്ള വാക്കുകൾ തീർച്ചയായും പ്രോത്സാഹനമാകും. കാരുണ്യ പ്രവൃത്തികളും കരുതലും മനസ്സ് തണുപ്പിക്കുന്ന രണ്ടാമത്തെ പുണ്യപ്രവൃത്തികളാണ്. എബ്രായർ 13:16 നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. എനിക്ക് വിശന്നു, ദാഹിച്ചു, രോഗിയും തടവിലും നഗ്നനുമായിരുന്നു. നിങ്ങൾ എന്നെ കരുതി എന്നോട് കരുണ കാണിച്ചു, എന്റെ ഉള്ളം നിറച്ചു. ഇതൊക്കെ കർത്താവിന്റെ വാക്കുകളാണ്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ വാക്കുകളേക്കാൾ അധികം ഒരുപക്ഷെ പ്രവൃത്തികൾക്കായിരിക്കാം പ്രാധാന്യം കൊടുത്തിരുന്നത്. അനാഥരും അസ്പർശരും അവഗണിക്കപ്പെട്ടവരുമായ ജനസഹസ്രങ്ങൾക്കിടയിലേക്ക് കാരുണ്യവും കരുതലുമുള്ള ഇടയനായി കർത്താവ് കടന്നു ചെന്നു. അനേകരുടെ ഹൃദയം തണുപ്പിച്ചു. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ പങ്കുവച്ച് നമുക്കും അനേകരുടെ ഹൃദയം തണുപ്പിക്കാൻ കഴിയും. ആവശ്യക്കാർക്ക് മുമ്പിൽ സഹായകരങ്ങൾ നീട്ടിയും രോഗികളെ സന്ദർശിച്ചും ഹൃദയം തണുപ്പിക്കുവാൻ നമുക്ക് കഴിയും. അതൊക്കെ ക്രിസ്തീയ ജീവിതത്തിന്റെ സാക്ഷ്യവും ദൈവ തിരുനാമത്തിന് മഹത്വവുമാകും. തണുപ്പേകുന്ന മൂന്നാമത്തെ കാര്യം ആത്മീയ പിന്തുണ നൽകലാണ്. വിശ്വാസ പ്രതിസന്ധികളിൽ ഇടറിപ്പോകാതിരിക്കാനും വീണുപോയവരെ കൈത്താങ്ങൽ കൊടുത്ത് പ്രത്യാശയിൽ ഉറപ്പിച്ചു നിർത്തുവാനും തയ്യാറാകുന്നത് മഹനീയ ദൈവ ശുശ്രൂഷയാണ്. ആത്മാക്കളെ നേടലാണ്. 1 തെസ്സലോനിക്യ 5:11 അതിനാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നതുപോലെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുവിൻ. ജീവിത സഹനങ്ങളിലും രോഗത്തിലും കഷ്ടനഷ്ട ശോധനയിലുമായിരിക്കുന്നവരെ സന്ദർശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തിരുവചനത്തിലെ വാഗ്ദത്തങ്ങൾ പങ്കുവെക്കുന്നതുമൊക്കെ ഇടറിപ്പോയവർക്ക് തണുപ്പും സാന്ത്വനവും നൽകുന്ന പ്രവൃത്തികളാണ്.
മറ്റുള്ളവരുടെ മനസ്സ് തണുപ്പിക്കുന്നതിനു പകരം മനം തകർക്കുന്ന പെരുമാറ്റങ്ങൾ പലരിലും കാണാം. ഇത് ഒരു ക്രൂരമായ സാഡിസമാണ്. നിരാശപ്പെടുത്തുന്ന വാക്കുകളാണ് ഇതിലൊന്നാമത്തേത്. സദൃശവാക്യം 18:21. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. അതിനെ സ്നേഹിക്കുന്നവൻ അതിന്റെ കനി ഭക്ഷിക്കണം. നെഗറ്റീവ് വേർഡ്സ് ക്രഷ് ദ സ്പിരിറ്റ് എന്നാണ് ഒരു ദൈവഭക്തന്റെ അഭിപ്രായം. നീ ഗുണം പിടിക്കില്ല, ശപിക്കപ്പെട്ടവളാണ്, വീടിന് ഭാരമാണ് തുടങ്ങിയ വിഷം പുരട്ടിയ വാക്കുകൾ മക്കൾക്കും മാതാപിതാക്കൾക്കും ജീവിത പങ്കാളിക്കുമൊക്കെ മനോദുഃഖവും നിരാശയും ഉണ്ടാക്കും. ടോക്സിക് വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവുകൾ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. നിത്യന്യായവിധിയുടെ സമയത്ത് ദൈവമുമ്പാകെ സമാധാനം പറയേണ്ടി വരുന്ന വാക്കുകളാണ് മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ. മത്തായി 12:36-37. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. സ്വാർത്ഥതയും അവഗണനയും മനസ്സ് തകർക്കുന്ന രണ്ടാമത്തെ ക്രൂരതകളാണ്. സ്വന്തം സുഖസൗകര്യങ്ങൾക്കും സംതൃപ്തിക്കും മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ തീർച്ചയായും മറ്റുള്ളവർ കുടുംബത്തിലും സമൂഹത്തിലും അവഗണിക്കപ്പെടും. ഫിലിപ്പിയർ 2:3. മത്സരമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ദൈവം ദാനമായി നൽകിയ വ്യക്തിപരമായ കഴിവുകളും അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പങ്കുവയ്ക്കുവാൻ കൂടി ദൈവം നൽകുന്നതാണ്. വാസ്തവത്തിൽ ലഭിച്ചതല്ലാതെ എന്താണ് നമുക്കുള്ളത്? സ്വാർത്ഥതയുടെ ക്രൂരമുഖം ഭീതിപ്രദമാണ്. കൺസ്യൂമറിസ്റ്റിക് കൾച്ചറിൽ സ്വാർത്ഥതയുടെയും കാപട്യത്തിന്റെയും മുഖം മൂടികൾ ഇന്ന് പൊതുവായി അംഗീകരിക്കപ്പെട്ട ആവരണമായി തീർന്നിട്ടുണ്ട്. വെറുപ്പും ഗോസിപ്പും മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ തകർക്കുന്ന മാരക മിസൈലുകളാണ്. ഗോസിപ്പിന്റെ അപമാനം സഹിക്കുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ദുരാരോപണങ്ങളും പരദൂഷണങ്ങളും വിശ്വാസത്തിൽ ഇടർച്ചയുണ്ടാക്കാനും ബന്ധങ്ങൾ നഷ്ടപ്പെടാനുമൊക്കെ കാരണമാകും. പീഡനത്തിലേക്കും രക്തച്ചൊരിച്ചിലേക്കും നയിക്കുന്ന പൈശാചിക വികാരമാണ് വെറുപ്പ്. മറ്റുള്ളവരെ തണുപ്പിക്കുന്നവർക്കും തകർക്കുന്നവർക്കും ദൈവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങൾ ലഭിക്കുമെന്ന് തിരുവചനം ആവർത്തിക്കുന്നുണ്ട്. മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരെ ദൈവം തണുപ്പിക്കും. ഭൗതികവും ആത്മീയവുമായി ദൈവം അവരെ അനുഗ്രഹിക്കും. ലൂക്കോസ് 6:38. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഉള്ളതും പങ്കുവെക്കുന്നവരുടെ മേൽ
സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും അനുഗ്രഹമഴ പെയ്തിറങ്ങും. മറ്റുള്ളവർക്ക് ഇടർച്ചയും ഹൃദയമുറിവുമുണ്ടാക്കുന്നവർക്ക് തീർച്ചയായും അശുഭകരമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് തിരുവചനത്തിലെ മുന്നറിയിപ്പ്. സദൃശവാക്യം 26-27. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ ഉരുട്ടുന്ന കല്ല് തന്റെ മേൽ തന്നെ വീഴും. മുറിവേൽപ്പിക്കുന്നവർ കുടുംബത്തിലും സമൂഹത്തിലും വിശ്വസ്തരല്ലാതെ വരും, ഒറ്റപ്പെടും. അവർക്ക് ദൈവപ്രസാദം നഷ്ടമാകും. ജീവന്റെ ഉറവയായ ഹൃദയത്തിൽ വഞ്ചനയും ചതിയും പരിഹാസവുമായ വിഷം കലർന്നാൽ ക്രൂരമായ വാക്കുകളും പ്രവൃത്തികളും അതിൽ നിന്ന് പുറത്തുവരും. അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും, തകർത്തുകളയും. അതുകൊണ്ടാണ് ശലോമോൻ വളരെ ശ്രദ്ധേയമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സദൃശവാക്യം 4:23. നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്ത് സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, മറ്റുള്ളവരെ തണുപ്പിക്കാനും തകർക്കാനും നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും കഴിയും. ജീവനും പ്രത്യാശയും പ്രചോദനവും ആശ്വാസവും പങ്കിടാനാണ് കുടുംബ ദാമ്പത്യ ഇടയത്വ നിയോഗങ്ങളിലേക്ക് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ മഹത്വം അതിലെ 5 സ്റ്റാർ സെറ്റിംഗ്സിലല്ല, വൈകാരിക സുരക്ഷിതത്വമുള്ള ഹൃദയം തണുപ്പിക്കുന്ന അനുഭവങ്ങളിലാണ്. മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ സ്നിഗ്ധഭാവവും തണുപ്പും അനുഭവിച്ചു വളരേണ്ടവരാണ് മക്കൾ. ഭവനങ്ങളിൽ മുള്ളും മുറിവും അനുഭവിച്ച് വളരുന്ന കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വ വികാസം പ്രതിസന്ധിയിലാകും. അവർ മാതാപിതാക്കളിൽ നിന്ന് മനസ്സുകൊണ്ട് അകന്നു പോകും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന ദൈവത്തിന്റെ വിസ്മയ ചിന്തയിൽ നിന്നും രൂപപ്പെട്ട വിശിഷ്ട പദ്ധതിയാണ് വിവാഹം. ഉള്ളതും പകരേണ്ട ദാമ്പത്യബന്ധം മുള്ളും മുറിവും ഏൽപ്പിക്കുന്ന കാരാഗ്രഹ പീഡനമാകുന്നത് വളരെ നിർഭാഗ്യകരമാണ്. അവിടെ സ്നേഹത്തിന്റെ തണുപ്പിനു പകരം സഹന തീച്ചൂളയിലെ നൊമ്പരമായിരിക്കും അനുഭവപ്പെടുക. ജോലിയിലും കൂട്ടായ്മയിലും മറ്റുള്ളവർക്ക് തണുപ്പ് പകരുന്നവർക്ക് സാന്ത്വനം നൽകാൻ അനേകർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. മറ്റുള്ളവരെ തണുപ്പിക്കുമ്പോൾ ദൈവം നമ്മെയും തണുപ്പിക്കും. ആശ്വാസവും അനുഗ്രഹങ്ങളും ആത്മചൈതന്യവും കൊണ്ട് നമ്മെയും തലമുറകളെയും അനുഗ്രഹിക്കും. മാത്രവുമല്ല, അത് നിത്യതയിലെ നിക്ഷേപമായി തീരുകയും ചെയ്യും. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.